നമോ ഭഗവതേ വാസുദേവായ. ദശകം 27 പാലാഴി മഥനവും കൂർമാവതാരവും. വൃത്തം പ്രഹർഷിണി. ശ്ലോകം 1. ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്ര പ്രതിമൃതിദേശശാപശക്രം കാക്ഷാന്തീ ത്വദിതരദേവതാംശജാനാം. ഒരിക്കൽ കൂടി. ദുർവാസാസുരവനിതാപ്ത ദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയഃ നാഗേന്ദ്ര പ്രതിമൃതിദേശശാപശക്രം കാക്ഷാന്തീ ത്വദിതരദേവതാംശജാനാം. ദുർവാസ, ദുർവാസാവു മഹർഷി. സുരവനിത, ദേവസ്ത്രീകളാൽ സുരാംഗനകളാൽ ആപ്ത ലഭ്യമായ, ദിവ്യമാല്യം ദിവ്യമായ മാലയെ, ഹാരത്തെ, ശക്രായ ശക്രനായി. ആരാണ് ശക്രൻ? ദേവേന്ദ്രൻ. സ്വയം ഉപധായ തന്നെത്താൻ സമ്മാനിച്ച്, തത്ര ഭൂയഃ അത് പിന്നെ, നാഗേന്ദ്ര ഐരാവതത്താൽ, പ്രതിമൃതിതേ മർദ്ദിതമായപ്പോൾ നശിക്കപ്പെട്ടപ്പോൾ, ശശാപ ചക്രം ശക്രനെ ഇന്ദ്രനെ ശപിച്ചു. കാക്ഷാന്തി എന്ത് ശാന്തിയാണ്, എന്ത് ക്ഷമയാണ്. സ്തുത് ഇതര അങ്ങയിൽ നിന്ന് ഇതരനായ വിഭിന്നനായ, ദേവത ദേവതകളുടെ അല്ലെങ്കിൽ ദേവന്മാരുടെ, അംശജാനാം അംഗങ്ങളിൽ നിന്ന് അംശങ്ങളിൽ നിന്ന് ജാതരായവർക്ക്. ശ്ലോകാർത്ഥം. ദുർവാസാവു മഹർഷി സുരവനിതയിൽ നിന്ന് ലഭിച്ച ദിവ്യമായ മാല്യം ദേവേന്ദ്രന് തന്നെത്താൻ കൊണ്ടുകൊടുത്തു. അപ്പോൾ പിന്നെ ആ മാല്യം ഐരാവതത്താൽ ചവിട്ടി നശിപ്പിക്കപ്പെട്ടപ്പോൾ ശക്രനെ ആ മുനി ശപിച്ചു. ഹേ മഹാവിഷ്ണു, അങ്ങ് ഒഴികെയുള്ള ദേവതകളുടെ അംശഭൂതന്മാർക്ക് എന്ത് ക്ഷമയാണുള്ളത്. കർദമന് ദേവഹൂതിയിൽ 9 കന്യാരത്നങ്ങൾ ജനിച്ചുവെന്ന് ദശകം 14 ശ്ലോകം 8 പറഞ്ഞത് ഓർക്കുക. ആ നവകന്യകമാരിൽ 2ാമത്തെ പുത്രിയായ അനസൂയയെ ബ്രഹ്മപുത്രനായ അത്രി മഹർഷിയാണ് വിവാഹം ചെയ്തത്. അത്രി മഹർഷിയും അനസൂയയും ശ്രേഷ്ഠരായ സന്താനലബ്ധിക്കായി കുലാദ്രിയിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളിൽ ഏകനായ ഒരുവനെയല്ലേ ഞാൻ ആഹ്വാനം ചെയ്തത് എന്ന് ചോദിച്ച മുനിയോട്, ഞങ്ങൾ ഏകമായ പരമതത്വം തന്നെ സ്വേച്ഛയാ 3 രൂപം ധരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് ആ ത്രിമൂർത്തികൾ അറിയിച്ചു. ഞങ്ങളുടെ അംശഭൂതരായി 3 കീർത്തിമാന്മാരായ പുത്രന്മാർ നിങ്ങൾക്ക് ഉണ്ടാകും എന്നനുഗ്രഹിച്ച് ആ ഈശ്വരന്മാർ മടങ്ങിപ്പോയി. താമസിയാതെ ബ്രഹ്മാവിന്റെ അംശത്തിൽ നിന്ന് സോമനും, അതായത് സൗമ്യനായ ചന്ദ്രനും, വിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന് യോഗങ്ങളെ അറിയുന്ന ദത്തനും, ശങ്കരന്റെ അംശത്തിൽ നിന്ന് ദുർവാസാവും അത്രിമുനിക്ക് അനസൂയയിൽ ജനിച്ചു. അങ്ങനെ ഈ ദുർവാസാവു മഹർഷി ശിവാംശമായിട്ടാണ് ജനിച്ചത്. ഈ ദുർവാസാവു മഹർഷിക്ക് ഒരിക്കൽ ഒരു വിദ്യാധര സ്ത്രീ ഒരു കൽപ്പക പൂമാല കൊടുത്തു. ദിവ്യമായ ആ മാല്യം ചൂടുന്നയാൾ ത്രൈലോക്യ വന്ദ്യനായി തീരുമത്രേ. അതിനാൽ ആ മാല അണിയാൻ യോഗ്യൻ ദേവേന്ദ്രനാണെന്നറിഞ്ഞ് അത് ദേവേന്ദ്രന് തന്നെ മുനി സ്വയം സമ്മാനിച്ചു.
ഐരാവതത്തിന് പുറത്തിരുന്ന് ആ മാല വാങ്ങിയ ദേവേന്ദ്രൻ അത് ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു. ആ മാലയുടെ അതിവിശിഷ്ട സൗരഭ്യത്താൽ ആകൃഷ്ടരായ വണ്ടുകളുടെ ശല്യത്താൽ ആ മാല തപ്പിയെടുത്ത് ഐരാവതം പുറത്തേക്കിട്ട് ചവിട്ടി അരച്ചു. ഇതു കണ്ടുനിന്ന ദുർവാസാവു മഹർഷിക്ക് കോപം ശമിച്ചില്ല. ദേവേന്ദ്രൻ ശ്രേഷ്ഠനാകണമെന്ന ആഗ്രഹത്താൽ സമ്മാനിച്ച ആ ദിവ്യഹാരം ചവിട്ടി മെതിക്കപ്പെട്ടപ്പോൾ ആ ഋഷി, ഇനി നിങ്ങൾ ജരാനര ബാധിച്ച് ഐശ്വര്യം നശിച്ചു പോകട്ടെ എന്ന് ദേവന്മാരെ ആകെ ശപിച്ചു. ഋഷി തീരെ ക്ഷമയില്ലാതെയാണ് ഇങ്ങനെ ശപിച്ചതത്രേ. പക്ഷേ എല്ലാം ഈശ്വരേച്ഛ മാത്രമാണല്ലോ. ശ്ലോകം 2. ശാപേന പ്രതിതജരേത നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാ കമലജമേത്യ സർവദേവാഃ നിർവാണ പ്രഭവ സമം ഭവന്തമാപുഃ. ഒരിക്കൽ കൂടി. ശാപേന പ്രഥിതജരേഥ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യാ കമലജമേത്യ സർവദേവാഃ നിർവാണ പ്രഭവ സമം ഭവന്തമാപുഃ. ശാപേന ശാപത്താൽ, പ്രതിതജരേ അത പിന്നെ വർദ്ധിച്ച ജരാനരകളോടുകൂടിയ, നിർജരേന്ദ്രേ നിർജരനായിരുന്ന ഇന്ദ്രൻ ദേവേന്ദ്രൻ, ദേവേഷു അഭി ദേവന്മാരും, അസുരജിതേഷു അസുരന്മാരാൽ ജിതന്മാരായി ജയിക്കപ്പെട്ടവരായി, നിഷ്പ്രഭേഷു നിഷ്പ്രഭരായിരിക്കെ, ശർവാദ്യ ശിവൻ ആദികളായ, കമലജം ഏത്യ കമലജനെ ബ്രഹ്മാവിനെ പ്രാപിച്ച്, സർവദേവ എല്ലാ ദേവന്മാരും, നിർവാണ പ്രഭവ നിർവാണത്തിന്റെ പ്രഭവമായ, ഭവന്തം ആഭു അങ്ങയെ പ്രാപിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ ദേവേന്ദ്രൻ ശാപത്താൽ ജരനരബാധിച്ചവനും ദേവന്മാർ അസുരന്മാരാൽ തോൽപ്പിക്കപ്പെട്ട് നിഷ്പ്രഭരും ആകവേ, ശിവാദി സർവദേവന്മാരും ബ്രഹ്മാവിനെ പ്രാപിച്ചു. പിന്നെ എല്ലാവരും ചേർന്ന് മോക്ഷത്തിന്റെ ഉത്ഭവസ്ഥാനമായ ഹേ ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയെ ശരണം പ്രാപിച്ചു. ശ്ലോകം 3. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദപുരപരേണ ധാംനാ ഹേ ദേവാദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമദദേതി പര്യശാസ്ത്രം. ഒരിക്കൽ കൂടി. ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനീം പ്രാദുഷ്യൻ വരദപുരപരേണ ധാംനാ ഹേ ദേവാദിതിജകുലൈർവിധായ സന്ധിം പീയൂഷം പരിമദദേതി പര്യശാസ്ത്രം. ബ്രഹ്മാദ്യൈർ ബ്രഹ്മാദികളായ ദേവന്മാരാൽ, സുതമഹിമാ ചിരം ചിരകാലം സ്തുതിക്കപ്പെട്ട മാഹാത്മ്യത്തോടുകൂടിയ, തദാനീം അപ്പോൾ, പ്രാദുക്ഷൻ വരദ അഭീഷ്ടവരങ്ങൾ ദാനം ചെയ്യുന്ന ഹേ ഗുരുവായൂരപ്പ അങ്ങ് പ്രത്യക്ഷനായി, പുര മുമ്പിൽ, പരേണദാബ്ന ശ്രേഷ്ഠമായ തേജസ്സോടെ, ഹേ ദേവ ഹേ ദേവന്മാരെ, ദിതിജകുലൈ അസുരന്മാരുമായി, വിദായ സന്ധിം സന്ധി ചെയ്ത്, പീയൂഷം പരിമഥേ അമൃത് കടഞ്ഞെടുക്കുവിൻ, ഇതി പര്യശാത്വം ഇങ്ങനെ അങ്ങ് ഉപദേശിച്ചു.
ശ്ലോകാർത്ഥം നോക്കാം. ഹേ അഭിഷ്ടവരദനായ ശ്രീ ഗുരുവായൂരപ്പ, ബ്രഹ്മാദി ദേവന്മാരാൽ ചിരകാലം സ്തുതിക്കപ്പെട്ട മഹാത്മാവോടു കൂടിയ അങ്ങ് അപ്പോൾ ശ്രേഷ്ഠമായ തേജസ്സോടെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ ദേവന്മാരെ, നിങ്ങൾ അസുരന്മാരുമായി സന്ധി ചെയ്ത് അമൃത് കടഞ്ഞെടുക്കുവിൻ എന്ന് ഉപദേശിച്ചു. ബ്രഹ്മാദി ദേവന്മാർ ചിരക്കാലം സ്തോത്രം ചെയ്തിട്ടാണ് മഹിമാവായ ഭഗവാൻ മഹാവിഷ്ണു അത്യുജ്വല തേജസ്സോടെ അവരുടെ മുമ്പിൽ പ്രാദുർഭുവനായത്. ഭഗവാൻ അസുരന്മാരുമായി ഇപ്പോൾ സന്ധി ചെയ്യാനും പരസ്പരം സഹായിച്ച് പാലാഴി കടഞ്ഞ് അമൃത് സമ്പാദിക്കണമെന്നും അവരെ ഉപദേശിച്ചു. അമൃത് പാനം ചെയ്യുകയാണ് ഈ ദുസ്ഥിതി നിവാരണത്തിനുള്ള ഏകമാർഗം എന്ന് അവരെ അറിയിച്ചു. ശ്ലോകം 4. സന്ധാനം കൃതവതി ദാനവൈസുരൗഘേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനികിതവാൻ പയപ്പയോധൗ. ഒരിക്കൽ കൂടി. സന്ധാനം കൃതവതി ദാനവൈസുരൗഘേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനികിതവാൻ പയപ്പയോധൗ. സന്താനം കൃതവതി, സന്ധി ചെയ്തതിനു ശേഷം, ദാനവൈ സുരൗഘേ, അസുരന്മാരുമായി ദേവന്മാർ, മന്ദാനം നയതി, കടകോലായി നയിക്കപ്പെടുമ്പോൾ, മദേന മന്ദരാർദ്രീം, അഹങ്കാരത്തോടെ മന്ദരപർവ്വതത്തെ, ഭ്രഷ്ടേസ്മിൻ, അത് വീണുപോകയാൽ, ഭദരം ഇവ, ലന്തപ്പഴത്തെ എന്ന പോലെ, ഉദ്വഹൻ, ഗഗേന്ദ്രേ, ഗരുഡനിൽ എടുത്തുവെച്ച്, പയോധൗ, പാലാഴിയിൽ, സദ്യസ്ത്വം വിനിഹിതവാൻ, അങ്ങ് വേഗത്തിൽ തന്നെ സ്ഥാപിച്ചു. ശ്ലോകാർത്ഥം. ദേവന്മാർ അസുരന്മാരുമായി സന്ധി ചെയ്ത് പിന്നെ മന്ദരപർവ്വതത്തെ കടകോലായി അഹങ്കാരത്തോടെ എടുത്തുകൊണ്ടുവരുമ്പോൾ അത് വീണുപോയി. അപ്പോൾ ഹേ ഗുരുവായൂരപ്പ, അങ്ങ് ആ പർവ്വതത്തെ ഒരു ലന്തപ്പഴത്തിനെ എന്ന പോലെ അതിനെ ഗരുഡന്റെ മേൽ എടുത്തുവെച്ച് പാലാഴിയിൽ സ്ഥാപിച്ചു. പാലാഴി കടയുവാൻ മന്ദരപർവ്വതത്തെയാണ് കടക്കോലായി കണ്ടെത്തിയത്. ദേവാസുരന്മാർ ചേർന്ന് പർവ്വതത്തെ ഇളക്കി പാലാഴിയിലേക്ക് കൊണ്ടുവരവേ അവർ തങ്ങളുടെ ശക്തിയെക്കുറിച്ച് അതീവ ഗർവിഷ്ഠരായിരുന്നു. അതിനാൽ പർവ്വതരാജന് അവരിൽ നിന്ന് വഴുതി മാറാൻ കഴിഞ്ഞു. ദേവാസുരന്മാരിൽ പലരും വഴിയിൽ വീണുപോകുകയും ചെയ്തു. ദേവാസുരന്മാരുടെ ഗർവം ശമിച്ചപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു തന്നെ മന്ദരപർവ്വതത്തെ ഒരു ലന്തപ്പഴം എന്ന കണക്കെ ഗരുഡനിൽ എടുത്തുവെച്ച് പാലാഴിയിൽ സ്ഥാപിച്ചു കൊടുത്തു. ഭൂമിയാകെ ജലത്തിൽ ആഴ്ന്നു പോയപ്പോൾ മുട്ടിട്ടുവരുന്ന ഒരു മത്തങ്ങ എന്ന പോലെ തൻ്റെ തേറ്റയിൽ ഭൂമിയെ ഉയർത്തിയവനാണ് ഈ ഭഗവാൻ. ദശകം 12 ശ്ലോകം 9 അനുസ്മരിക്കുക. ശ്ലോകം 5. ആദായ ദ്രുതമഥവാ സുഖീം വരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മദനവിധൗ സുരാസുരൈസ്തൈഃ വ്യാജത്വം ഭുജഗമുഖേ കരോസുരാരീൻ. ഒരിക്കൽ കൂടി.
ആദായ ദ്രുതമതവാസുകീംബരത്രാം പാദോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മദനവിധൗ സുരാസുരൈസ്തൈഃ വ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരീൻ. ആദായ ദ്രുതം അത വാസുകീം വരത്രാം. പിന്നെ വാസുകിയെ കയർ ആക്കിയിട്ട് വേഗത്തിൽ പാദോദൗ വിനിഹിത സർവബീജജാലേ സമുദ്രത്തിൽ നിക്ഷിപ്തമായ സർവവിധമായ ഔഷധ ബീജങ്ങളോടുകൂടി പ്രാരബ്ധേ മദനവിധൗ സുര അസുരൈസ്തേർ ആ അസുരന്മാരും ദേവന്മാരും ചേർന്ന് കടയാൻ ആരംഭിച്ചപ്പോൾ വ്യാജാത്വം അങ്ങ് വ്യാജനായി കപടനായി ഭുജഗമുഖേ അകരോ സുരാരീൻ സർപ്പത്തിന്റെ മുഖഭാഗത്ത് അസുരന്മാരെ ആക്കി തീർത്തു. ശ്ലോകാർത്ഥം. പിന്നെ ആ സുരന്മാരും അസുരന്മാരും ചേർന്ന് സർവ ഔഷധ ബീജജാലങ്ങളും നിക്ഷേപിക്കപ്പെട്ട സമുദ്രത്തിൽ വാസുകിയെ കയറാക്കി മദനം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഹേ ഭഗവാനെ, അങ്ങ് കപടതന്ത്രം ഉപയോഗിച്ച് അസുരന്മാരെ സർപ്പരാജനായ വാസുകിയുടെ മുഖഭാഗത്ത് ആക്കി. പ്രപഞ്ചത്തിലുള്ള സകല ഔഷധികളെയും പാലാഴിയിൽ നിക്ഷേപിച്ച് മന്ദരപർവ്വതം കടക്കോലാക്കിയും വാസുകിയെ കയറാക്കിയുമാണ് പാലാഴി മദനം നടക്കുന്നത്. ദേവന്മാരും വിഷ്ണു ഭഗവാനും ആദ്യമേ സർപ്പശ്രേഷ്ഠന്റെ തലഭാഗത്ത് അണിനിരന്നു. അസുരന്മാർക്ക് വാൽഭാഗം നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവത് പ്രേരണയാലാകണം അസുരന്മാർക്ക് വാൽഭാഗം പിടിക്കുന്നത് അപമാനമായി തോന്നി. ഉടനെ അവർ തലഭാഗത്തേക്ക് മാറുകയും ദേവന്മാർ വാൽഭാഗത്ത് ആയി സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. സർപ്പരാജന്റെ മുഖഭാഗം ക്രമേണ വിഷാഗ്നിയിൽ അസഹ്യമായി തീരുമെന്ന് ഭഗവാൻ അറിയാം. അതിനാലാണ് വ്യാജാത് എന്ന പദപ്രയോഗം. ശ്ലോകം 6. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യധിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമടതനും കഠോരപൃഷ്ടാം. ഒരിക്കൽ കൂടി. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ദൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യധിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമടതനും കഠോരപൃഷ്ടാം. ക്ഷുബ്ധാബ്ധ്രൗ ക്ഷുഭിതമായ മന്ദരപർവ്വതം. ക്ഷുഭിത ജലോദരേ തദാനീം ക്ഷുഭിതമായ ജലത്തിന്റെ ഉദരത്തിലേക്ക്, ഉൾഭാഗത്തേക്ക്. അപ്പോൾ ദുക്തം പാൽ, അബ്ദൗ കടൽ, ദുക്താബ്ദൗ പാലാഴിയിൽ, ഗുരുതര ഭാരതോ ഗുരുതരമായ ഭാരത്താൽ, കനത്ത ഭാരത്താൽ, നിമഗ്നേ നിമഗ്നമാകവേ താണുപോകവേ, ദേവേഷു ദേവന്മാർ, വ്യതിത തമേഷു വ്യതിത മാനസരായിരിക്കെ, ദുഃഖിതരായിരിക്കെ, ത്വത്പ്രിയൈഷി അവർക്ക് പ്രിയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന, പ്രാണൈഷി കമടതനും കൂർമ്മസ്വരൂപം സ്വീകരിച്ചു. കഠോരപൃഷ്ടാം കടുത്ത പൃഷ്ഠഭാഗത്തോടുകൂടിയ. ശ്ലോകാർത്ഥം. അപ്പോൾ ക്ഷോഭിച്ചിളകിയ ഉൾഭാഗത്തോടു കൂടിയ പാലാഴിയിൽ ക്ഷോഭിതമായ മന്ദാരപർവ്വതം അതിൻ്റെ കനത്ത ഭാരത്താൽ താണു പോകുകയും ദേവന്മാർ വ്യതിത മാനസരായി തീരുകയും ചെയ്യവേ, ദേവന്മാരുടെ പ്രിയം ആഗ്രഹിക്കുന്ന ഭഗവാനെ, അങ്ങ് കടുകടുത്ത പൃഷ്ഠഭാഗത്തോടു കൂടിയ കൂർമ്മശരീരത്തെ സ്വീകരിച്ചു.
ഭഗവാന്റെ കൂർമാവതാരമാണിവിടെ പ്രസ്താവ്യം. ശ്ലോകം 7. വജ്രാദി സ്ഥിരതര കർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേധ. ഒരിക്കൽ കൂടി. വജ്രാദി സ്ഥിരതര കർപ്പരേണ വിഷ്ണോ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേധ. വജ്രാദി വജ്രത്തേക്കാൾ, സ്ഥിരതര കടുപ്പമുള്ളതും, കർപ്പരേണ പുറംതോടോടുകൂടി, വിസ്താരാത് വിസ്താരത്തിൽ, പരിഗത ലക്ഷയോജനേന ലക്ഷം യോജനയേക്കാൾ അധികമുള്ള, അംബോധേ സമുദ്രത്തിന്റെ, കുഹരഗതേന അഗാധമായ ഗർത്തത്തിൽ എത്തിയതുമായ, വഷ്മണാത്വം ശരീരത്തോടെ അങ്ങ്, നിർമഗ്നം നിമഗ്നമായ മുങ്ങിപ്പോയ, ക്ഷിതിധരനാഥം ആ പർവ്വതശ്രേഷ്ഠനെ ഉന്നിനേത ഉയർത്തിയെടുത്തു. ശ്ലോകാർത്ഥം. വജ്രത്തേക്കാൾ കടുപ്പമുള്ള പുറന്തോടോടും ലക്ഷം യോജനയിൽ അധികം വിസ്താരത്തോടും സമുദ്രത്തിന്റെ അഗാധത്തിൽ എത്തിയതുമായ കൂർമ്മശരീരം കൊണ്ട് മുങ്ങിപ്പോയ ആ പർവ്വതശ്രേഷ്ഠനെ ഹേ ഭഗവാനെ ശ്രീ ഗുരുവായൂരപ്പ അങ്ങ് ഉയർത്തിയെടുത്തു. ശ്ലോകം 8. ഉന്മഗ്നേ ഝടിതി തദാധരാധരേന്ദ്രേ നിർമേധോർദൃഢമിക സമ്മദേന സർവേ ആവിശ്യദിദയഗണേഭി സർപ്പരാജേ വൈവശ്യം പരിശമയന്ന വിവൃതസ്ഥാൻ. ഒരിക്കൽ കൂടി. ഉന്മഗ്നേ ഝടിതി തദാധരാധരേന്ദ്രേ നിർമേധോർദൃഢമിക സമ്മദേന സർവേ ആവിശ്യദിദയഗണേഭി സർപ്പരാജേ വൈവശ്യം പരിശമയന്ന വിവൃതസ്ഥാൻ. ഉന്മഗ്നേ പൊങ്ങിവരുന്ന സമയത്ത്, ജഡിതി തഥ വേഗത്തിൽ അപ്പോൾ, ധരാധരേന്ദ്രേ പർവ്വതശ്രേഷ്ഠനെ മന്ദര പർവ്വതത്തെ, നിർമേതുർ മദനം ചെയ്തു കടഞ്ഞു, ദൃഢം ഇഹ ശക്തിയോടെ ഇവിടെ, സമ്മതേന സമതേന വർദ്ധിച്ച മതത്തോടുകൂടി വർദ്ധിച്ച വീര്യത്തോടെ, സർവേ സർവരും ദേവന്മാരും അസുരന്മാരും ആവേശിച്ച്, തിഥയഗണേ അഭി സർപ്പരാജേ രണ്ടു സംഘങ്ങളിലും സർപ്പരാജനിലും, വൈവശ്യം വിവശതയെ അതായത് ക്ഷീണത്തെ, പരിശമയൻ ശമിപ്പിച്ചു, അവീവൃതസ്ഥാൻ അവരെ വർദ്ധിപ്പിച്ചു. ശ്ലോകാർത്ഥം. പിന്നെ ആ പർവ്വതരാജൻ പെട്ടെന്ന് പൊങ്ങി വന്നപ്പോൾ എല്ലാവരും വർദ്ധിച്ച മതത്തോടെ പർവ്വതത്തിനെ ആ പാലാഴിയിൽ മദനം ചെയ്തു. അങ്ങ് ഹേ ഭഗവാനെ രണ്ടു സംഘങ്ങളിലും സർപ്പരാജനിലും ആവേശിച്ച് അവരുടെ വിവശതയെ ശമിപ്പിച്ച് ആവേശം വർദ്ധിപ്പിച്ചു. ശ്ലോകം 9. ഉദ്ദാമ ഭ്രമണജവോന്നമദ്ഗിരീന്ദ്രനസ്തൈക സ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനുനുരുപാത്ത പുഷ്പവർഷാഃ. ഒരിക്കൽ കൂടി. ഉദ്ദാമ ഭ്രമണജവോന്നമദ്ഗിരീന്ദ്രനസ്തൈക
സ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താനുരുപാത്ത പുഷ്പവർഷാഃ. ഉദ്ധാമ ശക്തമായ ഭ്രമണജവോ ഭ്രമണത്തിന്റെ വേഗത്താൽ ഉന്നമത് പൊങ്ങുന്ന ഗിരീന്ദ്ര ന്യസ്ത പർവതശ്രേഷ്ഠന്റെ മേൽ വയ്ക്കപ്പെട്ട ഏക സ്ഥിരതരഹസ്ത പങ്കജം സ്ഥിരതരമായ പങ്കജം പോലുള്ള ഒരു കൈ ത്വാം അങ്ങയെ അഭ്രാന്തേ ആകാശത്തിൽ വിധിഗിരിശ ആദയ ബ്രഹ്മാവ് പരമശിവൻ ആദിയായവർ പ്രമോദാത് വർദ്ധിച്ച സന്തോഷത്താൽ ഉദ്ഭ്രാന്തരായി പരവശരായി നുനൂർ സ്തുതിച്ചു. ഉപാത്ത പുഷ്പവർഷം ചെയ്തുകൊണ്ട്. ശ്ലോകാർത്ഥം: ശക്തമായ ഭ്രമണത്തിന്റെ വേഗത്താൽ ഇളകിപ്പൊങ്ങുന്ന പർവതശ്രേഷ്ഠനുമേൽ സ്ഥിരതരമായി താമരപ്പൂ പോലെയുള്ള ഒരു കയ്യിനെ വെച്ച് നിൽക്കുന്ന അങ്ങയെ ബ്രഹ്മാവ്, ശിവൻ തുടങ്ങിയവർ സന്തോഷപാരവശ്യത്താൽ ആകാശത്തു നിന്ന് പുഷ്പവർഷം പൊഴിച്ചുകൊണ്ട് സ്തുതിച്ചു. ശ്ലോകം 10. ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേഭി കിഞ്ചിദാർത്തേ കാരുണ്യാത് തവ കില ദേവവാരിവാകാക പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. ഒരിക്കൽ കൂടി. ദൈത്യൗഘേ ഭുജഗമുഖാനിലേന തപ്തേ തേനൈവ ത്രിദശകുലേഭി കിഞ്ചിദാർത്തേ കാരുണ്യാത് തവ കില ദേവവാരിവാകാക പ്രാവർഷന്നമരഗണാന്ന ദൈത്യസംഘാൻ. ദൈത്യൗഘേ ദൈത്യ സമൂഹം. ഭുജഗ മുഖാനിലേന തപ്തേ സർപ്പത്തിന്റെ മുഖത്തു നിന്നുള്ള വിഷാഗ്നിയാൽ തപിക്കവേ തേനൈവ തേന പ്ലസേവ തേനൈവ അതിനാൽ തന്നെ ആ വിഷാഗ്നിയാൽ തന്നെ ത്രിദശകുലേഭി ത്രിദശകുല പ്ലസ് അഭി ത്രിദശകുലേ അഭി ദേവകുലവും കൂടി കിഞ്ചിത് ആർത്തേ ഒട്ടൊന്ന് ദുഃഖിതരായിരിക്കേ കാരുണ്യാത് തവ കില ദേവ ഹേ ദേവ അങ്ങയുടെ കാരുണ്യം കൊണ്ടു തന്നെ വാരിവാഹ മേഘങ്ങൾ പ്രവർഷയൻ അമരഗണാൻ ദേവന്മാരുടെ മേൽ വർഷിച്ചു. ദൈത്യസംഘാൻ ദൈത്യസംഘത്തിനുമേൽ മഴ വർഷിച്ചതുമില്ല. ശ്ലോകാർത്ഥം: സർപ്പശ്രേഷ്ഠന്റെ മുഖങ്ങളിൽ നിന്ന് വമിച്ച വിഷക്കാറ്റിന്റെ ജ്വാലയാൽ ദൈത്യന്മാർ ചുട്ടുനീറി ദുഃഖിക്കവേ ആ വിഷക്കാറ്റ് കൊണ്ടു തന്നെ ദേവന്മാരും ആർത്തരായി. അപ്പോൾ ഹേ ദേവ ഗുരുവായൂരപ്പ അങ്ങയുടെ കാരുണ്യം കൊണ്ടു തന്നെ മേഘങ്ങൾ ദേവന്മാരുടെ മേൽ വർഷിച്ചു, എന്നാൽ ദൈത്യന്മാരുടെ മേൽ വർഷിച്ചതുമില്ല. ശ്ലോകം 11. ഉദ്ഭ്രാമ്യത് ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജക സംരാജൻ പവനപുരേശ പാഹി രോഗാത്. ഒരിക്കൽ കൂടി. ഉദ്ഭ്രാമ്യത് ബഹുതിമിനക്രചക്രവാളേ തത്രാബ്ധൗ ചിരമധിദേവി നിർവികാരേ ഏകസ്ത്വം കരയുഗകൃഷ്ടസർപ്പരാജക സംരാജൻ പവനപുരേശ പാഹി രോഗാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഉദ്ഭ്രാമ്യത് പരിഭ്രാന്തരായി
ബഹു തിമിനക്ര, ധാരാളം തിമിംഗലങ്ങളും മുതലകളും ഉള്ള. ചക്രവാളേ തത്രാബ്ധൗ, ആ സമുദ്ര ചക്രവാളത്തോടുകൂടിയ. ചിര മതിതേ അഭി, വളരെ നേരം കൂടിക്കടഞ്ഞിട്ടും. നിർവികാരേ, നിർവികാരം ആയിരുന്നതിനാൽ, അതായത് വികാരമൊന്നും ഇല്ലാതിരിക്കെ, മാറ്റമൊന്നും ഇല്ലാതിരിക്കെ. ഏകസ്ത്വം, അങ്ങ് ഏകനായി. കരയുഗ കൃഷ്ട സർപ്പരാജ, രണ്ടു കൈക്കൊണ്ടും സർപ്പരാജനെ വലിക്കുന്ന. സംരാജൻ, വിശിഷ്ട രാജ്യമുള്ളവനായ, പ്രശോഭിക്കുന്ന. പവനപുരേശ പാഹി രോഗാത്, ഹേ ഗുരുവായൂരപ്പ, രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. ശ്ലോകാർത്ഥം. പരിഭ്രമിച്ചു പായുന്ന അനേകം തിമിംഗലങ്ങളുടെയും മുതലകളുടെയും ചക്രവാളത്തോടുകൂടിയ ആ സമുദ്രത്തിൽ വളരെ സമയം കടഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതിരിക്കെ അങ്ങ് ഏകനായി രണ്ട് കരം കൊണ്ടും സർപ്പരാജനെ വലിക്കുന്നവനായി പരിശോഭിച്ചു. അങ്ങനെയുള്ള ശ്രീ ഗുരുവായൂരപ്പ, എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.